എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ഞാൻ കൊല്ലപ്പെട്ട രാജീവ് മേനോന്റെ സഹോദരി രാഖിയ. ഇതെന്റെ ഹസ്ബൻഡ് സാഗർ. ഇദ്ദേഹം ഞങ്ങളുടെ അഡ്വക്കേറ്റ്. ജഗന് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്ന് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് ഓർഡർ ഉണ്ട്. വക്കീലെ, ആ പേപ്പറിങ് എടുത്തു കൊടുക്ക്. എന്താ MLA സാറേ നോക്കി പേടിപ്പിക്കുന്നോ? മോനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ ബലിയേടാക്കി കളിച്ച കോപ്രായങ്ങൾക്കൊക്കെ സമാധാനം പറയിപ്പിച്ചിരിക്കും. എന്റെ ഏട്ടന്റെ കൊലപാതകയുടെ അന്ത്യം കാണാതെ ഈ രാഖി വിശ്രമിക്കില്ല. അതെ, കുറുപ്പിന്റെ മകൻ ജഗന്റെ ചോര കൊതിക്കുന്നവരൊക്കെ സ്വന്തം ചോര എന്ന് കുടിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. സ്റ്റോപ്പ് ഇറ്റ്. മാന്യമായി സ്വീകരിച്ചിരുത്തി ഇരിപ്പിടം തന്നത് കയ്യേറ്റത്തിനല്ല. അടുത്ത പരിപാടി കയ്യേറ്റമാണെങ്കിൽ പുറത്തതിനുള്ള സൗകര്യമുണ്ട്. എല്ലാവർക്കും പുറത്തു പോ. എനിക്ക് ഈ ഓർഡറുകളെല്ലാം മനസ്സിരുത്തി ഒന്ന് വായിക്കണം, പഠിക്കണം. ജാമ്യത്തിന് വേണ്ട ഫോർമാലിറ്റീസ് ഒന്ന് ചോദിച്ചറിയണം. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാരും പുറത്തു പോണം. മാഡം, അത് പിന്നെ പറയുന്ന അനുസരിച്ചാ മതി. മാഡം അവരെ ഇപ്പൊ പുറത്തേക്ക് അയച്ചത് നന്നായി. അവരോട് മാത്രമല്ല, നിങ്ങളോടും പുറത്തു പോകാനാ പറഞ്ഞത്. വക്കീലേ, ഇയാള് പുറത്തിറങ്ങിയേക്ക്. ഞാൻ പറയുക. ശരി, ഞാനങ്ങോട്ട്. ആ
ഈശ്വര, എന്തായോ എന്തോ. എന്റെ കുഞ്ഞിന് ജാമ്യം അങ്ങനെ കിട്ടാതിരിക്കോ? നീ ഒന്ന് അടങ്ങ്. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു പുരുഷന്റെ ഭാഗ്യം എന്ന് പറയുന്നത് വലതുകാൽ വെച്ച് വന്നു കയറുന്ന പെണ്ണിന്റെ ഐശ്വര്യ. ഈ നേരത്തെങ്കിലും ഒന്ന് അടങ്ങി നിന്നൂടെ? ഞാൻ അവന്റെ കാര്യം ആലോചിച്ച് ആകെ തകർന്നു നിൽക്കുക. അവരെത്തിയല്ലോ.